വിശദമായ വാർത്തകളിലേക്ക്. CPIM-ന്റെ സംസ്ഥാന സമിതി യോഗം AKG സെന്ററിൽ ചേരുന്നു. മന്ത്രിമാരെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന സമിതി പരിശോധിക്കും. വൈകിട്ട് 3 മണിക്ക് CPIM MLA-മാരുടെ യോഗം പിണറായിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കും. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, ഏതൊക്കെ രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, രാവിലെ 10:15 സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചു. CPM-ന്റെ മന്ത്രിമാരെ സംബന്ധിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയിൽ എത്തിയിരുന്നു. അത് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പട്ടിക അവതരിപ്പിച്ച് പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയാവും ഉണ്ടാവുക. 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് CPM-ൽ നിന്ന് മന്ത്രിമാരാവുക. അത് ഇന്നലെ തന്നെ പേരുകൾ പുറത്തു വന്നിരുന്നു. അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ഒരുപക്ഷെ ഇന്ന് ഏകദേശ ധാരണ ഉണ്ടായേക്കാം. എങ്കിലും ഘടകകക്ഷികളുടെ മന്ത്രിമാരെ കൂടി പ്രഖ്യാപിച്ച ശേഷം അവരുടെ വകുപ്പുകൾ കൂടി കണക്കിലെടുത്താവും അന്തിമമായി CPM-ന്റെ വകുപ്പുകൾ തീരുമാനിക്കുക. അത് ബുധനാഴ്ച രാവിലെയായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് CPM MLA-മാരുടെ യോഗം AKG സെന്ററിൽ ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ യോഗം തെരഞ്ഞെടുക്കും. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റിന് പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഏതാണ്ട് 35,000-ഓളം 40,000-ഓളം പേർക്ക് ഒരേ സമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ ഉണ്ട് എങ്കിൽ പോലും മഴ നനയാതെ നിന്നുകൊണ്ട് ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാവും. അജിംഷാദ്. ശരി, ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. CPI-യുടെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, ഏതൊക്കെ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? അജിംഷാദ്, മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനായുള്ള CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ ആരംഭിച്ചത്. പാർട്ടിയുടെ പ്രധാന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ തവണത്തേക്കാൾ 2 MLA-മാരുടെ വർധനവ് ഉണ്ടായതിൽ ജനങ്ങളെ പൊതുവിൽ സംഘടനാ മിഷണറി ചലിച്ചത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. 4 മന്ത്രിസ്ഥാനങ്ങളാണ് CPI-ക്ക് ഇടതുമുന്നണി യോഗം വിഭജിച്ച് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെയായിരിക്കുമോ ഇത്തവണയും കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിച്ചാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പരിഗണനയിലുള്ളത് ദേശീയ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടുന്ന പട്ടികയാവണം ഉണ്ടാവേണ്ടത് എന്ന് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഈ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ CPI-യുടെ നേതാവ് C. ദിവാകരനായിരുന്നു. നിയമസഭാ കക്ഷി നേതാവ് C. ദിവാകരനായിരുന്നു. കഴിഞ്ഞ തവണ മന്ത്രിമാരായിരുന്ന ആളുകൾ തന്നെ വീണ്ടും വരേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഒരു പൊതു വിലയിരുത്തൽ നടത്തും. എന്നാൽ പാർട്ടിയുടെ മുതിർന്ന നേതാവും നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് എന്ന ഘടകം പിരിച്ചുവിട്ടു. പക്ഷെ എന്നാൽ പോലും ദേശീയ സമിതി അംഗം കൂടിയായ E. ചന്ദ്രശേഖരൻ പ്രധാന പരിഗണനയിലുണ്ട്. കാഞ്ഞങ്ങാട് MLA ആണ് അദ്ദേഹം. കൂടാതെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേരുകാരൻ മുല്ലക്കൽ രത്നാകരനാണ്. VS സുനിൽകുമാർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. കൂടാതെ ഒല്ലൂരിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള K. രാജന്റെ പേര് CPI പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും CPI-ക്കാണ് നൽകിയിരിക്കുന്നത്. അവിടെ ES വിജിമോളുടെ പേര് സജീവ പരിഗണനയിലുണ്ട്. യുവാക്കളും പരിചയസമ്പന്നരും ഉൾപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗം ചർച്ച ചെയ്യുന്നത്. CPI എക്സിക്യൂട്ടീവിന് ശേഷം സംസ്ഥാന കൗൺസിൽ കൂടി അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അജിംഷാദ്. ശരി, ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ KPCC നിർവാഹക സമിതി യോഗം ചേരുകയാണ്. പരാജയത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കം മൂർച്ഛിക്കുന്നതിനിടെയാണ് യോഗം. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എങ്ങനെയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പുകളുടെ ഏകദേശ സമവായത്തെ സംബന്ധിച്ച് സൂചനയായിട്ടുണ്ടോ? യോഗം എങ്ങനെ തർക്കമുഖരിതമാകും? ഒരുപാട് വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നത്. വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, KPCC-യുടെ നിർവാഹക സമിതി യോഗം അല്പം മുൻപ് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃപദവിയും തന്നെയാകും പ്രധാനമായും ചർച്ചയാവുക. എന്നാൽ നേരത്തെ പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ, വിവാദ പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്തേണ്ട
എന്നുള്ളതാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലയിടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെയായി ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള വിവാദ പരാമർശങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്ന രീതിയിലാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഏതെങ്കിലും വിവാദ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾക്കിടയാവുകയാണെങ്കിൽ അത് വലിയ തോതിലേക്കുള്ള ഒരു തർക്കത്തിലേക്കും നയിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഗ്രൂപ്പുകൾ സംയുക്തമായി തന്നെ KPCC അധ്യക്ഷന് എതിരായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണ്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷന്റെ നിലപാടുകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു കനത്ത തോൽവിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് അവരുടെ പ്രധാനമായുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിർവാഹക സമിതിയിൽ ഉയർന്നു വരുന്നതെങ്കിൽ ശക്തമായി തന്നെ നേരിടാൻ തന്നെയാണ് സുധീരൻ പക്ഷത്തിൻ്റെയും തീരുമാനം. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരവും സർക്കാരിൻ്റെ ഭരണ പ്രശ്നങ്ങൾ തന്നെയാകും ഇത്തരത്തിൽ ഒരു വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്ന കാര്യം ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് സുധീരൻ പക്ഷത്തിൻ്റെയും തീരുമാനം. എന്നാൽ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് ഇത്തരത്തിലുള്ള തർക്കങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രം നടത്തിയാൽ മതി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വിഷയം പ്രതിപക്ഷ നേതൃപദവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിലും ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായുള്ള പല കോണിൽ നിന്നായി KPCC അധ്യക്ഷനെതിരായുള്ള KPCC പ്രസിഡന്റിനെതിരായി പല കോണിൽ നിന്നായി വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ വിവാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിർവാഹക സമിതി യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അജിംഷാദ്. ശരി ഷീജ, തുടർന്നുള്ള വാർത്തകൾക്ക് തുടർന്നും ബന്ധപ്പെടാം. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്വം തന്റെ തോൽവിക്ക് കാരണമായെന്ന് മുൻ മന്ത്രി K. ബാബു. താൻ പാർട്ടിക്ക് വേണ്ടാത്തവനാണെന്ന പ്രചരണമുണ്ടായി. ഇതിന് കാരണക്കാർ ആരെന്ന് ജനങ്ങൾക്കറിയാം. മദ്യനയത്തിന്റെ പേരിൽ തന്നെ മുൾമുനയിൽ നിർത്തിയവരെ ഇപ്പോൾ കാണാനില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലെന്നും K. ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്തെ തുടർന്ന് അവരുടെ LDFും BJPയും ഒരുപോലെ പ്രചരിപ്പിച്ച ഒരു കാര്യം, പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിയെ നമുക്ക് വേണം. അപ്പം ഞാനൊരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ഇടതുപക്ഷത്തിനും BJPക്കും ഒരുപാട് നിലപാടുകൾ പ്രയോജനപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകമില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകം അതൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. പാർട്ടി വിലയിരുത്തുമ്പോൾ അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. വാർത്തകളിലേക്ക്. കൊല്ലത്ത് ആദിവാസി ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 9 വയസ്സുള്ള ബാലികയാണ്, കുളത്തൂപ്പുഴ സ്വദേശിനിയായിട്ടുള്ള ആദിവാസി ബാലിക 9 വയസ്സാണ്. ഈ കുട്ടിയെയാണ് അയൽവാസിയായിട്ടുള്ള യുവാവ് പീഡിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയൽവാസിയായ കുളത്തൂപ്പുഴ മൈലം സ്വദേശി അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലൂർ DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ശരി രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുതിർന്ന CPIM നേതാവും മുൻ MPയുമായ K. അനിരുദ്ധന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന അനിരുദ്ധന് 1963 2ാം നിയമസഭയിൽ കൂടി അംഗമായിരുന്നു. 67 പാർലമെന്റ് അംഗമായും തിളങ്ങി. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ വൈകിട്ട് 4-നാണ് സംസ്കാരം. 11:30 വഴുതക്കാട് അനിരുദ്ധൻ റോഡിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിൽ കൃഷ്ണൻ കോൺട്രാക്ടറുടെയും ചക്കി ഭഗവതിയുടെയും മകനായി 1924 സെപ്റ്റംബർ 8-നായിരുന്നു അനിരുദ്ധന്റെ ജനനം. ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 64-67 കാലഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ദീർഘകാലം CPIM ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CITU ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1963 നിയമസഭാംഗമായി. 65 ജയിലിൽ കിടന്നുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1967 ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലത്തിൽ R. ശങ്കറെ പരാജയപ്പെടുത്തി. നിരവധി പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുത്ത് കൊടിയ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട് അനിരുദ്ധൻ. ഡോക്ടർ A. സമ്പത്ത് MP, A. കസ്തൂരി എന്നിവർ മക്കളാണ്. വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനിരുദ്ധന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കെ അനിരുദ്ധന്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ. അനിരുദ്ധന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനിരുദ്ധന് പകരം അനിരുദ്ധൻ മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രത്യേകത. ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് പോരാളിയും അതേസമയം വലിയൊരു മനുഷ്യസ്നേഹിയുമായിരുന്നു സഖാവ് അനിരുദ്ധൻ. തൊഴിലാളി വർഗത്തിനു വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ അദ്ദേഹം പ്രവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരിക്കുമ്പോൾ തന്നെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനായും അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പോരാട്ടമെല്ലാം വൻ ശക്തികളോടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നടനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഭരത് പ്രേംജിയുടെ ഭാര്യ ആര്യ പ്രേംജി അന്തരിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം അമ്പലമുക്കിലെ വസതിയിലായിരുന്നു അന്ത്യം. 99 വയസ്സായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ രണ്ടാം വിധവാ വിവാഹത്തിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ പോരാളി കൂടിയാണ് ആര്യ പ്രേംജി. സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ കൗമാരത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്ന ആര്യയ്ക്ക് 15-ാം വയസ്സിൽ വിധവയാകേണ്ടി വന്നു. വിധവയെന്ന നിലയിൽ അടിച്ചമർത്തലുകൾ നേരിട്ട ആര്യ പിന്നീട് 30-ാം വയസ്സിൽ പ്രേംജിയെ വിവാഹം കഴിച്ചു. വിധവാ വിവാഹം നിഷിദ്ധമായിരുന്ന കാലത്ത് നമ്പൂതിരി സമുദായത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇത്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ വി.ടി. ഭട്ടതിരിപ്പാടും MRBയും ശബ്ദമുയർത്തുകയും വിധവകളെ വിവാഹം ചെയ്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ആ മാതൃക പിന്തുടർന്നാണ് പ്രേംജി ആര്യയെ വിവാഹം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് സാമൂഹിക അസമത്വത്തിനെതിരെ പോരാടിയ ആര്യ 1964 മുതലുള്ള 5 വർഷം തൃശൂർ നഗരസഭയിൽ കൗൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്യ പ്രേംജിയുടെ ജീവിതത്തെ അധികരിച്ച് മകനും പത്രപ്രവർത്തകനുമായ നീലൻ തയ്യാറാക്കിയ അമ്മ എന്ന ഡോക്യുമെന്ററിക്ക് ഈ വർഷത്തെ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാമ്പത്തിക അച്ചടക്കത്തിലടക്കം പല തീരുമാനങ്ങളിലും മുൻ UDF സർക്കാരിൻ്റെ നിലപാടാവില്ല അധികാരമേൽക്കുന്ന LDF സർക്കാരിനെന്ന് വ്യക്തമാകുന്നു. പാഴ്ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക അരാജകത്വം ഒഴിവാക്കുന്നതിനുമായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഭരണരംഗത്ത് ധൂർത്തൊഴിവാക്കുന്നതിനായി മന്ത്രിമാർ തന്നെ മാതൃകയാകട്ടെ എന്നതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 25ആയി നിജപ്പെടുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 30 കവിയരുതെന്നാണ് പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആശ്രിതരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞ UDF സർക്കാർ 30 പേരെയും കുത്തി നിറച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പും ഒരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കൂടി പ്രൈവറ്റ് സെക്രട്ടറി മുതൽ ഡ്രൈവർ, കുക്ക് എന്നിവരടക്കം 720 പേഴ്സണൽ സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ പലരുടെയും രാഷ്ട്രീയ നിയമനമായിരുന്നു. വകുപ്പുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു മഹാഭൂരിപക്ഷവും. അതിനാൽ തന്നെ ആശ്രയ നിയമനത്തിന്റെ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ജംബോ പേഴ്സണൽ സ്റ്റാഫാണ് UDF സർക്കാരിനുണ്ടായിരുന്നത്. ഇതുമൂലം വൻ ചിലവാണ് സർക്കാർ ഖജനാവിനുണ്ടായിരുന്നത്. ഇതിനൊരു മാറ്റം വരുത്തുന്നതിനും മന്ത്രിമാർ തന്നെ സാമ്പത്തിക അച്ചടക്കത്തിന് നേതൃത്വം കൊടുക്കണമെന്ന പൊതു തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെട്ടിക്കുറയ്ക്കുന്നതിനായി LDF തീരുമാനിച്ചത്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെട്ടിക്കുറയ്ക്കാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം പുറത്തുവന്നത് പൊതുവിൽ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ ഏറെ സന്തോഷത്തിലും ഒപ്പം ഏറെ സംതൃപ്തിയിലുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും. അദ്ദേഹം അതിജീവിച്ച വഴികളും ഏറ്റുവാങ്ങിയ വേട്ടയാടലുകളും കോരിച്ചൊരിഞ്ഞ സ്നേഹവും കരുതലും ഒക്കെ ഓർത്തെടുക്കുകയാണ് മുണ്ടയിൽ വീട്ടിൽ നിന്നും സഹോദരപുത്രൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പിണറായി പാറപ്പുറത്ത് ജനിച്ചു വളർന്ന് കേരളത്തിന്റെ വിപ്ലവ കൊടുങ്കാറ്റായി മാറിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ മുണ്ടയിൽ വീട്ടിൽ ആഹ്ലാദം അലതല്ലുകയാണ്. ഭയഭക്തി ബഹുമാനപൂർവ്വം എന്നും തനിക്ക് മാതൃകയാവുകയും ഒപ്പം സ്നേഹം വാരിക്കോരി നൽകുകയും ചെയ്ത ഇളയച്ചൻ അതിജീവിച്ച പ്രതിസന്ധികൾ ഓർക്കുകയാണ് മൂത്ത ജ്യേഷ്ഠന്റെ മകൻ രതീശൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വളരെ ലാളിച്ചും കൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു ആൺകുട്ടി എന്ന നിലക്ക് എന്നെ അവർ വളരെയധികം ലാളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ അവർ കാണുമ്പം തന്നെ അവരൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളും മാധ്യമങ്ങൾ അവരെ വേട്ടയാടിയതും അതൊക്കെ അതിജീവിച്ച് അവരുടെ ആത്മധൈര്യം കൊണ്ട് മാത്രം, അതുപോലെ മനസ്ഥൈര്യം കൊണ്ട് മാത്രം അതിനൊക്കെ അതിജീവിച്ച് ഇന്നത്തെ നിലയെത്തിയിൽ വളരെയധികം സന്തോഷമുണ്ട്. വീട്ടിലും അന്ധവിശ്വാസങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിണറായി വിജയൻ. കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ ഓർമ്മ വരും. എന്നുവെച്ചാൽ എൻ്റെ ഈ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ സ്വഭാവ രൂപീകരണത്തെപ്പറ്റി പറയുന്ന ഒരു ചെറിയൊരു കാര്യം പറയാം. എന്നുവെച്ചാൽ ഇവിടെ ആ സമയത്ത് ഒരു പ്രേതങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു
ഒരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ചെറുപ്പത്തിൽ. ഞാൻ ഏകദേശം 4 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്തായിരുന്നു. അപ്പോൾ ഇവിടെ യാദൃശ്ചികമായി ഒരു പാമ്പിനെ കൊന്ന് കുഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ കുഴിച്ചിട്ടിൻ്റെ മേലെ കയറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ കയറി നിന്നപ്പോൾ എന്നോട് ചോദിച്ചു ഈ പാമ്പിനെ നിന്നെ കടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് നമ്മൾ കുഴിച്ചിട്ടില്ലേ, കൊന്ന് കുഴിച്ചിട്ടില്ല. ഇനി തിരിച്ചു വരുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആരും ഇങ്ങനെ തന്നെയാണ്, മരിച്ച ഒരാളും തിരിച്ചു വരാൻ പോകുന്നില്ല. ആ ചെറിയ കുട്ടിയിൽ അതേപോലെയുള്ള ഒരു കോൺക്രീറ്റായ ഒരു ധാരണ ഈ പ്രേത പിശാചുക്കൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു മുപ്പരുടെ ഉപായം. പിണറായി വിജയൻ ജനിച്ചു വളർന്ന പാറപ്രത്തെ മുണ്ടയിൽ വീടാണിത്. വീട്ടിലും പുറത്തുമെല്ലാം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും അതോടൊപ്പം ഒരു നല്ല വീട്ടുകാരനുമായിരുന്നു പിണറായി വിജയൻ. പിണറായിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. 1 വർഷക്കാലം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. കൂത്തുപറമ്പ് MLA ആയിരിക്കെയാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടിയ മർദ്ദനത്തിന് ഇരയാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികൾ സഹപ്രവർത്തകർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ബിരുദ പഠനത്തിനും കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സജീവ പ്രവർത്തനത്തിനും ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായും പിണറായി വിജയൻ പ്രവർത്തിച്ചിരുന്നു. മധ്യവർഗത്തെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തിയ പിണറായി വിജയൻ എന്ന യുവധീരനെ സഹപ്രവർത്തകനും കൂത്തുപറമ്പ് രക്തസാക്ഷി റോഷന്റെ പിതാവും കൂടിയായ വാസുവേട്ടൻ ഇങ്ങനെ ഓർക്കുന്നു. മഹാഭൂരിപക്ഷം ഇടത്തരക്കാരും പാർട്ടിയോട് സഹകരിക്കുന്നൊരു സ്ഥിതി വന്നത് സഖാവ് പിണറായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വന്നതിൻ്റെ ശേഷമാണ്. ആളുകളുമായുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും അധികം മനുഷ്യത്വം കാണിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഈ ഭയപ്പാടില്ല ഒന്നിനോട്, എന്തിൻ്റെ മുന്നിലായാലും അദ്ദേഹം ഇറങ്ങും. അപ്പോൾ എതിരാളികളാൽ വധശ്രമം നടന്നിട്ടുണ്ട്. കർമ്മധീരതയും കൃത്യനിഷ്ഠയും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടു നടന്ന പിണറായി എന്ന വിപ്ലവകാരിയെ മാതൃകയാക്കിയവരാണ് കൂത്തുപറമ്പിലെ സഖാക്കൾ. കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഓഫീസിൽ സഹായിയായും പ്രചാരണ രംഗത്ത് അനൗൺസറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് വിജയേട്ടനായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നത്. വിജയേട്ടൻ്റെ സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളത് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ഓരോ സഖാക്കളുടെയും കുടുംബങ്ങളുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ പരമാവധി പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായ ഇനീഷ്യേറ്റീവ് വിജയേട്ടൻ ആ കാലം മുതലേ എടുത്തിരുന്നു. അവരുടെയൊക്കെ വളർച്ചയെ ലക്ഷ്യമാക്കിയിട്ടാണ് വിജയേട്ടൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊന്നൽ നൽകിയത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇളം തലമുറയ്ക്കും അന്ന് പിണറായി ആവേശമായിരുന്നു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോഴും ഓർക്കുകയാണ്. അടിയന്തരാവസ്ഥ ഒക്കെ കഴിയുന്ന ആ വേളയിൽ നിരവധി ഭീഷണി നേരിടുന്നൊരു കാലഘട്ടമായിരുന്നു. പലപ്പോഴും സഖാവിൻ്റെ കൂടെ കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വരെ രാത്രി കൂടെ പോകാനൊക്കെയുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതൊരു വലിയൊരു അനുഭവമായിട്ട് കാണുകയാണ്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ വരുന്ന സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരുന്നു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.